മക്കളെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? അവരുടെ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും ആശങ്കയും ഉണ്ടാകുമല്ലേ? പെൺമക്കളെ പ്രായപൂർത്തിയായ ഉടൻ വിവാഹം കഴിപ്പിച്ചയച്ചാൽ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത പ്രായത്തിൽ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്ന രക്ഷിതാക്കൾ അവരെ കുരുതി കൊടുക്കുകയാണ്. നിരവധി പെൺകുട്ടികളുടെ ചോരയും കണ്ണീരും വീണിട്ടുള്ള നാടാണ് കാസർഗോഡ് ജില്ല. കൈതക്കാട് പയ്യങ്കി സ്വദേശിനി മുബഷിറയും ഒരു ഇരയാണ്. 19-ാം വയസ്സിൽ വീട്ടുകാർ അവരുടെ വിവാഹം ഉറപ്പിച്ചു. എന്നാൽ തൃക്കരിപ്പൂർ സ്വദേശിയായ യുവാവിനെ കല്യാണം കഴിക്കാൻ മുബഷിറയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതിലുള്ള മനോവിഷമത്തിൽ ആ പെൺകുട്ടി ജീവനൊടുക്കുന്നു. മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും ചന്ദേര പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചെറുവത്തൂർ കൈതക്കാട് പയ്യങ്കി സ്വദേശിനി മുബഷിറയെ ജൂൺ 2-നാണ് എലിവിഷം അകത്ത് ചെന്ന നിലയിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. അബ്ദുൾ റഹ്മാൻ ഫാത്തിമ ദമ്പതിമാരുടെ മകളാണ് മുബഷിറ. തൃക്കരിപ്പൂർ സ്വദേശിയായ യുവാവുമായി മുബഷിറയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നതായി വിവരമുണ്ട്. ഇതിലുള്ള എതിർപ്പിനെ തുടർന്നാണ് എലിവിഷം കഴിച്ചതെന്നാണ് ചന്ദേര പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം മുബഷിറ ജീവനൊടുക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൈതക്കാട് അൽവർദ വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു മുബഷിറ. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടത്തിവരുന്നത്. ജില്ലയിൽ ഒരു മാസത്തിനിടെ മുബഷിറയടക്കം 5 യുവതികളാണ് ജീവനൊടുക്കിയത്. ഗാർഹിക പീഡനവും സ്ത്രീധനവും ആവശ്യപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദവുമൊക്കെയാണ് ഭർത്തൃമതികളായ യുവതികളുടെ മരണത്തിന് കാരണമെന്നാണ് നിഗമനം. ഇതിൽ കാറടുക്ക കർമ്മന്തൊടി സ്വദേശിനി സൗവർണിക ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണം വ്യക്തമായിട്ടില്ല. മെയ് 18-നാണ് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ അശ്വതിയെ താമസ സ്ഥലത്ത് വിഷം കഴിച്ച് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശിയായ അശ്വതിയുടെ വിവാഹം കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് നടന്നത്. പറക്കളായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷാണ് ഭർത്താവ്. വിവാഹത്തിന് ശേഷം വെറും 3 ആഴ്ചയ്ക്ക് ശേഷമുണ്ടായ യുവതിയുടെ മരണം സംബന്ധിച്ചും വ്യക്തമായ കാരണം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ആദൂർ പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീന, പാണലത്തെ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുവൈദ എന്നിവർ ജീവനൊടുക്കിയത് ഭർത്തൃ വീടുകളിലെ നിരന്തര പീഡനത്തെ തുടർന്നാണ് ആരോപണം. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവായ സുവൈദ 1-ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് ജീവനൊടുക്കിയത്. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായ മാനസിക പീഡനമാണ് ചർലടക്ക സ്വദേശി സെറീന തൂങ്ങി മരിക്കാൻ കാരണം. ഭർത്താവിനും ഭർത്തൃ മാതാവിനുമെതിരെ FIR-ൽ പരാമർശമുണ്ടെങ്കിലും ഇതുവരെ ഇവർക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.